കേരള ക്രിക്കറ്റ് തലമുറ മാറ്റത്തിനൊരുങ്ങുകയാണ്. കഴിഞ്ഞ തവണത്തെ റണ്ണറപ്പ് എന്ന നേട്ടത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഇത്തവണ കിരീടം തന്നെയാണ് ടീം ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ ടീമിന് പിന്നാലെ കേരള ടീമിലും ഇനി തലമുറ മാറ്റം. യുവതാരം മുഹമ്മദ് അസ്റുദ്ദീൻ കേരളത്തിന്റെ നായക കുപ്പായത്തിൽ. രഞ്ജി ട്രോഫി ചരിത്ര ഫൈനലിലേക്ക് ടീമിനെ നയിച്ച സച്ചിൻ ബേബിയുടെ പിൻഗാമിയായാണ് അസ്റുദ്ദീൻ എത്തുന്നത്. ദുലീപ് ട്രോഫിയിൽ സൗത്ത് സോണിനെ ഫൈനലിലെത്തിച്ച മികവ് അസ്റുദ്ദീന് തലപ്പത്തേക്കുള്ള വഴി തുറന്നു. ടീമിന്റെ ഭാവി കൂടി ലക്ഷ്യമിട്ടാണ് നേതൃമാറ്റം. കയ്യകലെ നഷ്ടമായ സ്വപ്നകിരീടം കൈപ്പിടിയിലൊതുക്കാനാണ് ഇക്കുറി കേരളം ലക്ഷ്യമിടുന്നത്. ഇതിനായി പുതിയ സീസണിലേക്കുള്ള ടീമിനെയും പ്രഖ്യാപിച്ചു. 15-അംഗ ടീമിൽ മുൻ നായകന്മാരായ സഞ്ജു സാംസണും സച്ചിൻ ബേബിയും ഇടം പിടിച്ചു. ഇരുവരുടെയും പരിചയസമ്പത്ത് കേരളത്തിന് കരുത്താകും. വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ മിന്നും ഫോം റെഡ് ബോളിലും സഞ്ജു തുടരുമോ എന്ന ആകാംക്ഷയിലാണ് കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾ. അതേസമയം പരിക്കിന്റെ പിടിയിലായ ബേസിൽ തമ്പിക്ക് ടീമിലെ സ്ഥാനം നഷ്ടമായി. സീസണിലെ ആദ്യ മത്സരത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കഠിന പരിശീലനത്തിലാണ് കേരളം. അസ്റുദ്ദീൻ, സഞ്ജു സാംസൺ, രോഹൻ കുന്നുമ്മൽ, സൽമാൻ നിസാർ അടങ്ങുന്ന ബാറ്റിംഗ് നിരയിലാണ് പ്രതീക്ഷകൾ. മധ്യപ്രദേശ് താരം അങ്കിത് ശർമ്മയും കേരളം ടീമിലെത്തിച്ചു. സമീപകാലത്തെ മികച്ച പ്രകടനം ടീമിന് മുതൽക്കൂട്ടാകും. 15-ന് മഹാരാഷ്ട്രയാണ് കേരളത്തിന്റെ ആദ്യ എതിരാളികൾ. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.